ജലവർഷം കൂടുതൽ കനക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ. 3 ജില്ലകളിലെ റെഡ് അലർട്ട് തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെ മുതൽ മഴ കുറയും. മത്സ്യബന്ധനത്തിന് നാളെ മുതൽ തടസ്സമില്ല. സ്വാന്തന സാജു ചേരുന്നു. സ്വാന്തന, ഇന്നൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ. അതിൽ കോഴിക്കോടൊക്കെ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നാളെ പക്ഷേ മഴ കുറയുമെന്നാണ് അറിയാൻ കഴിയുന്നത്, അല്ലെ? ഈ മത്സ്യബന്ധനത്തിന് വിലക്കില്ല എന്നും അറിയുന്നു. അപ്പൊ ഇനിയുള്ള കാലാവസ്ഥയാണ് നമുക്ക് അറിയേണ്ടത്. റോഷ്നി, ഈ കാലവർഷവുമായി ബന്ധപ്പെട്ട് ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വടക്കൻ ജില്ലകളിൽ തന്നെയാണ്. ഇന്നിപ്പോൾ മധ്യ കേരളത്തിലും അതുപോലെ തന്നെ തെക്കൻ ജില്ലകളിലും അധികം മഴ ലഭിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഈ രണ്ടിടങ്ങളിലും കൂടുതലായി നൽകിയിരുന്നത് യെല്ലോ മുന്നറിയിപ്പാണ്. ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത മാത്രമാണ് ഉള്ളത്. പക്ഷേ വടക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ 3 ഇന്ന് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കഴിഞ്ഞ ദിവസം തന്നെ പ്രവചിച്ചിരുന്നതാണ്. അതിന്റെ ഭാഗമായി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് ഇപ്പോഴും തുടരുകയാണ്. ഇനി വരുന്ന മണിക്കൂറിലും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത ഈ ജില്ലകളിൽ ഉണ്ട് എന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മലപ്പുറം, വയനാട് ജില്ലകളിലും വരും മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ ഒരു മഴ മുന്നറിയിപ്പ്. ഇനി നാളത്തെ മുന്നറിയിപ്പുകൾ നോക്കുകയാണെങ്കിൽ നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ 5 ജില്ലകളിൽ മാത്രമാണ് വരുന്ന 2 ദിവസം ഇനി മുന്നറിയിപ്പ് ഉണ്ടാകുക. മധ്യ കേരളത്തിലും തെക്കൻ ജില്ലകളിലും നാളെയും മറ്റന്നാളും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. അപ്പോൾ നിലവിലെ അറിയിപ്പുകൾ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത് വരും ദിവസങ്ങളിൽ മഴ കുറയും എന്ന് തന്നെയാണ്. വടക്കൻ ജില്ലകളിൽ ചെറിയ തോതിലാണെങ്കിലും മഴയുണ്ടാകും, പക്ഷേ ശക്തമായ ഒരു മഴ ആയിരിക്കില്ല ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് റോഷ്നി. പക്ഷേ ശക്തമായ കാറ്റ് ഇതേ രീതിയിൽ തന്നെ തുടരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. കാരണം പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തന്നെയാണ് കേരളത്തിലേക്ക് വീശിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാറ്റുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത തുടരണം എന്നും അറിയിപ്പുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പ് നാളെയോടുകൂടി പിൻവലിക്കും എന്നാണ് റോഷ്നി മനസ്സിലാകുകയും ചെയ്യുന്നത്. ശരി, സാന്തന സാജു ആണ് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ നൽകിയത്.